നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയ സമയത്ത് ഇത്രയും ഐശ്വര്യമായി ഇത്ര എപ്പിസോഡുകൾ പിന്നിടുമ്പോൾ അതിന് കാരണക്കാരനായ, അന്ന് തിരിതെളിയിച്ച് ഈ പരിപാടി തുടങ്ങിയ ഒരാൾ, മലയാള സിനിമയിൽ അന്ന് പറഞ്ഞതുപോലെ തന്നെ രചന, സംവിധാനം, നിർമ്മാണം, സിനിമയ്ക്ക് വേണ്ടി സ്റ്റുഡിയോ ഉണ്ടാക്കല്, ഒരു നാഷണൽ അവാർഡ്, 2 സ്റ്റേറ്റ് അവാർഡ് തുടങ്ങി അരങ്ങിൽ നിന്നും ഒരാൾക്ക് എത്രയെത്ര ഉയരങ്ങളിലേക്ക് എത്താം എന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരു വലിയ കലാകാരൻ, അഭിനേതാവ്, സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ലാൽ സാർ. സാർ, ഒരിക്കൽ കൂടി സ്വാഗതം പരിപാടിയിലേക്ക്. തമാശയുടെ ഒരു വലിയ ഡ്രോബാക്ക് ആയിട്ട് എപ്പോഴും ഞാൻ കാണുന്ന ഒരു കാര്യം, ഒരു തമാശ നമ്മൾ ആലോചിച്ചു, നമ്മൾ എഴുതി, നമ്മൾ റെക്കോർഡ് ചെയ്തു, നമ്മൾ പെർഫോം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ തന്നെ പകുതി കഴിയുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ചുള്ള നമ്മുടെ ജഡ്ജ്മെന്റ് പോവും. അത് ഈ തമാശ വീണ്ടും 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 കേൾക്കുമ്പോൾ അതൊരു തമാശ അല്ലാതാകുന്ന ഒരു പ്രോസസ്സ്. പാട്ടൊന്നും അങ്ങനെ ആകില്ല, 50 വർഷം കഴിഞ്ഞാലും ആ പാട്ട് അതുപോലെ ഇരിക്കും. തമാശ അങ്ങനെയല്ല, അത് ആദ്യം കേട്ട ചിരി രണ്ടാമതുണ്ടാകില്ല. സാറൊക്കെ ചെയ്തിട്ടുള്ള സിനിമകളുടെ തമാശകൾ കാലം കഴിയും തോറും വീണ്ടും വീണ്ടും കണ്ടും കാണാപ്പാടം പഠിച്ചും വീണ്ടും കണ്ടിട്ടും ആളുകൾ അത് കാണുമ്പോൾ ആദ്യം ചിരിച്ച അതേ ചിരി ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ടെക്നിക്ക്, അല്ലെങ്കിൽ അതിന് ടെക്നിക്ക് ഒന്നും ഇല്ലായിരുന്നു, എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ഒന്ന്, നമുക്കിത് ആദ്യം നമ്മള് ഇരുന്ന് എഴുതി സ്ക്രിപ്റ്റ് ആയി കഴിഞ്ഞാൽ അന്ന് അതിനൊക്കെ മുമ്പ് പോലെ തന്നെ തുടങ്ങും, ഇതിന്റെ കഥ പറച്ചിൽ തുടങ്ങും. അത് ഫ്രണ്ട്സിനോട്, പിന്നെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സിനോട്, പിന്നെ അത് എഴുതി കഴിഞ്ഞിട്ട് വീണ്ടും വായിക്കും. അപ്പൊ ഈ ആദ്യം ഉണ്ടായിരുന്ന ചിരിയൊക്കെ ഈ വായിക്കുമ്പോൾ തന്നെ കുറയാൻ തുടങ്ങും. ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്ന ചിരി ഉണ്ടാവില്ല. പക്ഷെ അതൊക്കെ നമ്മൾ അതിൽ കൃത്യമായിട്ട് അനുഭവിച്ച് പഠിച്ചു. ഇത് ഇത്രയൊക്കെ ഉള്ളൂ, അതിനകത്ത് പേടിക്കാനില്ല. നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു തീരുമാനം അത് എഴുതിയ സമയത്ത് നമുക്ക് തോന്നിയത് ഇങ്ങനെ ചിരിക്കുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ചിരി അവിടെ ഉണ്ട്, ഇവിടെ കാണുന്നില്ല എന്ന് വെച്ചിട്ട് അതിനകത്ത് വിഷമിക്കണ്ട എന്ന് പറയുന്നൊരു തോന്നല അന്നും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ കാലങ്ങളനുസരിച്ച് മാറുന്നതിനെ പറ്റി, സിനിമകളുടെ സ്വഭാവവും തമാശകളുടെ സ്വഭാവമൊക്കെ മാറുന്നതിനെ പറ്റി മാറിയിട്ടും ഈ സിനിമകൾ ഇപ്പോഴും നിലനിൽക്കുന്നു, ഓർക്കുന്നു, ചിരിക്കുന്നു, അതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്.